ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ 26 രാവിലെ 9:30 സേപ്പിയൻസ് ഫ്യൂച്ചറിറ്റി എന്ന വിദ്യാഭ്യാസ എക്സ്പോയും എക്സിബിഷനും സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പാൾ മൃദുല മധു, PRO ശാരിക ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള സാധാരണക്കാരായ രക്ഷാകർത്താക്കളുടെ ആശങ്കകൾ അകറ്റുക എന്ന ലക്ഷ്യത്തോടെ വിവിധ കോളേജുകളെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ എക്സ്പോയിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും കാലത്തിന് അനുയോജ്യമായ പഠന വിഷയങ്ങളെയും പരിചയപ്പെടുത്തുന്ന തരത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം എന്തെന്ന് തീരുമാനിക്കാനും അതിനനുസരിച്ചുള്ള പഠന വിഷയം തിരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ കോളേജ് തിരഞ്ഞെടുക്കാനും സഹായിക്കുന്ന ഈ എക്സ്പോ പൊതുജനങ്ങൾക്ക് സൗജന്യമായാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന വൈവിധ്യമാർന്ന ഭാഷാ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം, സന്ദർശകർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ വിവിധ ഫുഡ് സ്റ്റോളുകൾ എന്നിവയും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമസ്കാരം. CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഞാൻ, മൃദുല മധു. ഈ വരുന്ന 26-ാം തീയതി ഞങ്ങളൊരു സ്കൂൾ എക്സിബിഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ നടത്തുന്നുണ്ട്. സേപ്പിയൻസ് ഫ്യൂച്ചറിറ്റി എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു എക്സ്പോ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ്? ഇപ്പോൾ 10ാം ക്ലാസ് ഒരു 1.5 മാസം കഴിഞ്ഞാൽ 10ാം ക്ലാസ് കുട്ടികൾ പരീക്ഷ തീർക്കും. +2 പരീക്ഷയും ഏപ്രിലൊക്കെ ആകുമ്പോഴേക്ക് തീരും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേലും കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പേരൻസിന് ചോദിച്ചാൽ അതിലേറെ കഷ്ടമാണ്. അവർക്ക് യാതൊരു ഐഡിയ ഇല്ല എന്തൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ. ഇപ്പോഴും നമ്മൾ പണ്ടത്തെ രീതിയിൽ സയൻസ് സ്ട്രീം എടുക്കുക, എല്ലാ കോമേഴ്സ് സ്ട്രീം എടുക്കുക, ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുക്കുക, എല്ലാ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ, ഏതെങ്കിലും 1-2 കോഴ്സുകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഈ NEP 2020 വന്ന ശേഷം ഓരോ കോളേജസും ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സസ് അത്രയേറെ വ്യത്യസ്തമാണ്. ഈ കോഴ്സുകളെ കുറിച്ച് പേരൻസ് അറിയണം, അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾ അറിയണം എന്തൊക്കെയാണ് സാധ്യതകൾ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സയൻസിന് പോകണോ കോമേഴ്സിന് പോകണമെന്ന് കൂടി കുട്ടികൾ, എല്ലാ ഹ്യൂമാനിറ്റീസിന് പോകണമെന്ന് കൃത്യമായി ചിന്തിക്കണം. പണ്ടൊക്കെ ആയിരുന്നു സയൻസ് എടുത്ത കുട്ടികൾ വളരെ മിടുക്കന്മാരാണ്, കോമേഴ്സ് എടുത്ത കുട്ടികൾ കുറച്ച് കുറവാണ്, ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഒന്നുകൂടി കുറവാണ്. അത് വളരെ തെറ്റായതാണ്. ഇപ്പോൾ ശരിക്കും നോക്കിയാൽ എക്കണോമിക്സിൻ്റെ കൂടെ മാത്സ് എടുത്തത് വലിയൊരു വൈറലായ കോഴ്സാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാം വളരെ ഈക്വലായി കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ്സാണ്. പക്ഷേ ഇപ്പോൾ ഏതാ ചൂസ് ചെയ്യേണ്ടത് കുട്ടിക്ക് അറിയണമെങ്കിൽ എന്തൊക്കെ കോഴ്സുകളുണ്ട്, അതിന് ശേഷം എന്ത് ജോലികൾ ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. പേരൻസിന് കൃത്യമായ ഐഡിയ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കുട്ടി എൻജിനീയറിംഗിൽ ചേർത്തി എൻട്രൻസ് ഒക്കെ എഴുതി എൻജിനീയറിംഗ്